എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സത്യദാസ് നമ്മുടെ വിജയലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയലക്ഷ്മി, നീ നോക്കിക്കോ വിജയലക്ഷ്മി, ഇനി ഓരോ ദിവസവും നിനക്ക് ടെൻഷനുകളുടെ നാളായിരിക്കും. നിനക്ക് തലവേദന കൊണ്ട് നീ പൊളയും, നിന്റെ ജീവിതം താറുമാറാവും. സത്യദാസേ, എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഇതിനും വേണ്ടും ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ദേ, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കുടുംബത്തെ നീ വെറുതെ വിടണം. അങ്ങനെ വെറുതെ വിട്ടാ എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുമോ വിജയലക്ഷ്മി? ഒരിക്കലുമില്ല. ഇനി മേല എൻ്റെ കുടുംബത്തോട് കളിക്കരുത് നീ. അത് കേട്ടതും കളിക്കും, ഞാൻ ഇത് തന്നെ ചെയ്യും. നിൻ്റെ മക്കളെയൊക്കെ ഞാൻ വേദനിപ്പിക്കും. അതുപോലെ രഞ്ജു ആരാണെന്നുള്ള രഹസ്യവും ഞാൻ വെളിപ്പെടുത്തും. വേണ്ട സത്യദാസ്, വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്. എൻ്റെ കുടുംബത്തെ നീ ദ്രോഹിക്കരുത്. നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ് സത്യദാസ്. നീ എൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നീ അനുഭവിക്കേണ്ടി വരും. അത് കേട്ടതും എനിക്കും ജീവിക്കണ്ടേ? ഇത്രയും നാളും അകത്ത് കടന്നു, ഇനി പുറത്ത് കടന്ന് കളിക്കാൻ തന്നെ തീരുമാനിച്ചു വിജയലക്ഷ്മി. ഇനി ഒരിക്കലും എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മകനെയും തകർത്തിട്ടെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അത് കേട്ടതും വേണ്ട സത്യദാസ്, അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്കത് സഹിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ കുടുംബത്തിൽ ഒരാളും വേദനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല സത്യദാസ് എന്നും പറയാം. എന്തായാലും ജീവിതത്തിലൊരു രസം വേണമെങ്കിൽ അതിനിങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി, ജീവിതത്തിലെ രസമെന്ന് പറയുന്നത് പല കാര്യങ്ങളിലുണ്ട് സത്യദാസ്. നിനക്കൊരു മോനുണ്ടല്ലോ, നിൻ്റെ മോനും നിൻ്റെ ഭാര്യയൊക്കെ നിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ? അവരെ സ്നേഹിച്ച് നിനക്ക് മുന്നോട്ട് പോയിക്കൂടെ? നിൻ്റെ മോൻ്റെ ഭാര്യയുണ്ടല്ലോ രേഖ, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ നോക്കി ദേ വയസ്സാം കാലത്ത് നിനക്ക് ഇരുന്നൂടെ? എൻ്റെ മോൻ അവനൊരിക്കലും നന്നാവില്ല. അവനെ ഇപ്പം തന്നെ എൻ്റെ മുൻപിൽ മൂക്കറ്റം കുടിച്ച് ലെക്കും ലെവലും ഇല്ലാണ്ട് ബോധം കെട്ട് കിടക്കുക. അങ്ങനെയുള്ളപ്പോൾ അവനെ എങ്ങനെ നന്നാവാനാ? അവൻ ഈ ജന്മത്ത് നന്നാവില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ വിജയലക്ഷ്മി. എൻ്റെ മോൻ എന്നെപ്പോലെ തന്നെയാണ്. അവനല്ലെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, രേഖയെ കൂടാതെ അവന് മറ്റൊരുത്തിയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുക. എൻ്റെ അതേ വഴികളിലൂടെ പിന്തുടരുന്നവനവൻ. അതുകൊണ്ട് അവനെ നേർവഴിക്ക് നടത്താനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ നിൻ്റെ കുടുംബം തകർത്തിരിക്കും. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി, എന്നാ ചുണയുണ്ടെങ്കിൽ നീ ചെയ്യടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ തകർക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ഭാസ്കര. ഈ വിജയലക്ഷ്മി, എൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയില്ല ഭാസ്കര. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ മക്കളെയോ എൻ്റെ കുടുംബത്തെയോ ദ്രോഹിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നീ മനസ്സിൽ കുറിച്ചിട്ടോ. നീ നടന്നുപോയ പാതകളിലൂടെ പോകുന്ന നിൻ്റെ മകൻ നിനക്ക് വിനയാകും. ഇതൊക്കെ നീ ചെയ്ത പാപങ്ങളുടെ ഫലമാടാ. ഇന്ന് നിൻ്റെ മകൻ നിൻ്റെ മുൻപിൽ മൂക്കറ്റം കുടിച്ച് ലെക്കും ലെവലും കെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ കാമുകിയെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലം നിനക്ക് വേണ്ടി കാത്തുവെച്ച വിന. നീ നോക്കിക്കോ ഭാസ്കര, ഇതൊക്കെ ഒരു സൂചനയാണ്, ഒരു സൂചന. നിന്നെപ്പോലൊരു മൃഗത്തിന് ദൈവം തരുന്നൊരു സൂചന. ഇനിയും നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും ഒക്കെ ഇനി അനുഭവിക്കും. നിൻ്റെ മകൻ്റെ അവസ്ഥ നിനക്ക് വരാതിരിക്കട്ടെ. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഞാൻ പറയുവാണ്, ഗോവിന്ദനോടും പറഞ്ഞ് ഗീതുവിനോട് സംസാരിച്ച് അവൻ്റെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ എഴുതി വയ്ക്കാൻ ഞാൻ പറയാം. അതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നന്നാകാൻ കഴിയില്ല എന്നാണെങ്കിൽ നിൻ്റെ അവസ്ഥ നിൻ്റെ മകനും അവൻ്റെ അവസ്ഥ നിനക്കും മാറി മാറി വരും. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് രാധികയും നീയും നിൻ്റെ മകനും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഞാൻ ഈ നിനക്കൊക്കെ തന്നിരിക്കുന്നത് ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ. ഞാനൊന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ, നീയൊക്കെ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. പച്ചയ്ക്ക് കത്തിക്കും ഞാൻ, മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. ഈ സമയം ഭാസ്കരൻ ഞെട്ടി. വിജയലക്ഷ്മിയുടെ ശബ്ദവും സംസാരവും ഒക്കെ ഭീഷണിയിലൂടെ ആയത് കണ്ട് ഭാസ്കരന് ഉള്ളിൽ പേടിയായി. പേടിയോടെ ഭാസ്കരൻ എല്ലാം മനസ്സിലേക്ക് ഓർത്തെടുത്തു. ഈ സമയം എല്ലാം വിളിച്ചു പറഞ്ഞെങ്കിലും മനസ്സിലെ വേദനകളും വിമ്മിഷ്ടങ്ങളും കൊണ്ട് വിജയലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. എൻ്റെ ദേവി, എല്ലാം നീ എനിക്ക് തന്നതല്ലേ, എന്നിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എൻ്റെ ശിവയെ നീയല്ലേ എനിക്ക് തന്നത്? നല്ല വഴിയിലൂടെ വളർത്താനായിട്ട് അവളെ മകളായിട്ട് നീയല്ലേ എനിക്ക് തന്നത് എന്നും പറഞ്ഞുകൊണ്ട് അന്ന് ആ അമ്പലത്തിൽ നടന്ന സംഭവങ്ങൾ വിജയലക്ഷ്മി ഓർക്കുകയാണ്. അതെ, അനാഥയായി ഒറ്റയ്ക്ക് ദേവിയുടെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന പിഞ്ചു കുഞ്ഞിനെ എടുത്ത് വിജയലക്ഷ്മി നോക്കി. ആ കുഞ്ഞിന് ആരുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് കുഞ്ഞിൻ്റെ കാതിൽ ശിവരഞ്ജിനി എന്ന് 3 പ്രാവശ്യം പേരും വിളിച്ച് ആ കുഞ്ഞിനെ കൂടെ കൂട്ടിയതാ വിജയലക്ഷ്മി.
അന്ന് മുതൽ ഇന്ന് വരെ അവൾക്ക് അമ്മയും അച്ഛനും എല്ലാം വിജയലക്ഷ്മിയായിരുന്നു. ഇന്ന് ശിവരഞ്ജിനി, അതായത് രഞ്ജു, നല്ല നിലയിൽ വളർന്നു. എന്നാൽ അവളെ തേടി തുടരുന്ന അസുഖം, അത് അനാർക്കലി ചെയ്ത കുറിച്ചോർത്ത് പൊട്ടിക്കരയുന്നതോ വിജയലക്ഷ്മി പറയുകയാണ്, ദേവി, നിന്നെ എനിക്ക് എൻ്റെ മോൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അനുവാദം നീ തരുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാം. ഞാനും എൻ്റെ മോളും കൂടെ നിൻ്റെ അടുത്തേക്ക് തന്നെ വരാം ദേവി. എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ഞാൻ എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടും എൻ്റെ മക്കൾക്ക് ഇതുവരെ സന്തോഷമെന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ലല്ലോ. സങ്കടങ്ങൾ മാത്രം നിറഞ്ഞ ജീവിതമാണ് എൻ്റെ മോൻ്റേത്. അവനെ രക്ഷിക്കണം. എൻ്റെ മോൻ ശത്രുക്കളുടെ നടുവിലായിപ്പോയി. അതിൻ്റെ കാരണക്കാരി ഞാനാണോ? അവരെ ഇട്ടുകൊണ്ട് വന്നതുകൊണ്ടാണോ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത്? ഇല്ല, ഒരിക്കലും എൻ്റെ ഗോവിന്ദ് വിഷമിക്കാൻ പാടില്ല. അവനൊരു വിഷമം ഉണ്ടായാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല ദേവി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കാറിൻ്റെ ഹോണടി കേൾക്കുക. അപ്പോൾ വിജയലക്ഷ്മി ഹോണടി കേട്ടത് വാതിക്കലേക്ക് ചെന്നു. ഈ സമയം കാറിൽ നിന്നും ഭയങ്കര സ്പീഡിൽ ഇറങ്ങി രാധിക. എന്തുദ്ദേശത്തിലാണ് നീ അറക്കലിലേക്ക് വന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ കുടുംബത്തിൽ കയറി വന്ന് എൻ്റെ മക്കളെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അത് മാത്രമല്ല, അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് എന്നോട് നീ പറയണം. അവസാന നിമിഷം സത്യദാസ് നിന്നെ ഭീഷണിപ്പെടുത്തിയത് അനാർക്കലിയുടെ മകളെ ചൊല്ലിയാണ്. അതുകൊണ്ട് നീ എന്നോട് പറഞ്ഞേ പറ്റൂ. അത് പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും എന്നും വിജയലക്ഷ്മിയുടെ ചോദ്യം. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നോ? ഇപ്പം തന്നെ ഞാൻ അനാർക്കലിയെ വിളിക്കും. എന്നിട്ട് ഞാൻ പറയും അനാർക്കലിയോട് നിൻ്റെ മകൾ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിജയലക്ഷ്മിക്കും സത്യദാസിനും അറിയാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കണ്ടായെങ്കിൽ പെട്ടെന്ന് കാര്യം പറ. അത് കേട്ടതും, രാധികെ, നീ അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും അനാർക്കലിയെ വിളിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ വന്നാൽ എനിക്ക് സത്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും. നിന്നോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. അത് കേട്ടതും, നീ മര്യാദയ്ക്ക് പറഞ്ഞോ? അനാർക്കലിയെ വിളിച്ചു വരുത്തിയാ അവൾ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് മര്യാദയ്ക്ക് തുറന്നു പറ. അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് എന്നോട് പറയാൻ. അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മിക്ക് നെഞ്ചുവേദന വരുന്നത് പോലെ അഭിനയിക്കുക. എനിക്കിത്തിരി വെള്ളം വേണം. നീ അകത്തേക്ക് ഇരിക്കുക, ഞാൻ എല്ലാം പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അത് കേട്ടതും നമ്മുടെ രാധിക, നിൻ്റെ സൽക്കാരമൊന്നും സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എനിക്ക് സത്യങ്ങൾ അറിയണം. അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവും. എന്നാൽ ശരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അകത്തേക്ക് പോവുക. അതേ, വരുമ്പോൾ ഒരു കുപ്പി വെള്ളം നിറയെ എടുത്തോ. ഇനി നീ അങ്ങോട്ട് കുറേ വെള്ളം കുടിക്കും വിജയലക്ഷ്മി എന്നും പറയുവാണ്. ഈ സമയം, വരട്ടെ, നീ പറയടി. എന്തായാലും അനാർക്കലിയുടെ മകളെ ഒളിപ്പിച്ചതിൻ്റെ പേരിൽ കണ്ണൻ്റെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യവും വാശിയും ഞാൻ കൂട്ടും. അതിനുശേഷം എന്നേക്കുമായി അറയ്ക്കലിൽ നിന്നും കണ്ണൻ്റെ മനസ്സിൽ നിന്നും പടിയിറങ്ങാൻ നീ തയ്യാറായിക്കോ വിജയലക്ഷ്മി എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് രാധിക. ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി അകത്തുനിന്ന് പുറത്തേക്ക് വരിക. കൈ ബാക്കിൽ കെട്ടിയിട്ടാണ് വിജയലക്ഷ്മി വരുന്നത്. രാധികയെ, നിനക്ക് അനാർക്കലിയെ വിളിക്കണ്ടേ? എന്നാൽ എത്രയും പെട്ടെന്ന് വിളിക്ക്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള സത്യം നിന്നോട് പറയാൻ മനസ്സില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യടി എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടലോടി, നീ എന്നോട് അഹങ്കാരം കാണിക്കുന്നോ? എന്നാൽ ഞാൻ ഇപ്പം തന്നെ അനാർക്കലിയെ വിളിക്കും. വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. എന്നിട്ട് വേണം എനിക്ക് ഗീതുവിനെ വിളിക്കാൻ. ദേ, നീ അനാർക്കലിയെ വിളിക്കുന്ന ആ നിമിഷം ഞാൻ ഗീതുവിനെ വിളിക്കും. ഗീതുവും ഗോവിന്ദും ഇവിടെ എത്തും. നീയാണ് അനാർക്കലിയെ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ അവരുടെ മുൻപിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഗോവിന്ദൻ്റെ മനസ്സിൽ നിന്നും എന്നെ പടിയിറക്കി വിടാമെന്ന് കരുതിയ നീയായിരിക്കും പടിയിറങ്ങി പോകാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും മനസ്സിൽ കുറിച്ചിട്ടോ രാധികെ, നീ അനാർക്കലിയെ വിളിച്ചാൽ ഞാൻ ഗീതുവിനെ വിളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. വിളിക്കടി, പെട്ടെന്ന് വിളിക്ക്. നിൻ്റെ ഊച്ചാളി ഭർത്താവുണ്ടല്ലോ സത്യദാസ്, അവനെ ചേരാത്ത പേരാണ് സത്യദാസ്. സത്യങ്ങൾ മാത്രം പറയുന്നവരും സത്യങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നവർക്കും സത്യദാസ് എന്നുള്ള പേരിടാം. എന്നാൽ ചതിയും വഞ്ചനയും കള്ളവും കപടവും കൊണ്ട് നടക്കുന്ന ആ കള്ള നാറിയെ ആരെങ്കിലും സത്യദാസ് എന്ന് വിളിക്കുമോ? ഊച്ചാളി ഭാസ്കരൻ, അതാണ് അവന് ചേരുന്ന പേര്. അവൻ നിൻ്റെ ഭർത്താവാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ ഇതുവരെ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. ആ ഊച്ചാളി ഭാസ്കരൻ നിൻ്റെ ഭർത്താവാണെന്ന് പറയാനും അത് തെളിയിക്കാനും എനിക്ക് കഴിയും. മനസ്സിലായല്ലോ? അതുകൊണ്ട് നീ എന്നെ വിളിക്കല്ലേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പഠിച്ച കോളേജിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. അതുകൊണ്ട് കൂടുതൽ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ, ഈ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ആരാണെന്ന് നീ അറിയും. മനസ്സിലായോടി എന്നും പറയണം. ഇത് കേട്ടതും രാധിക, ഇവളെന്നെ പെടുത്തുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നും ആലോചിച്ചുകൊണ്ട് രാധിക ജീവനം കൊണ്ട് ഓടുക. അയ്യോ രാധിക, പോകല്ലേ, നീ പെട്ടെന്ന് വിളിക്കാൻ അനാർക്കലിയെ. എനിക്ക് ഗീതുവിനെ വിളിക്കാൻ കൊതിയാവുന്നു. ഗീതു ആണെങ്കിൽ എൻ്റെ ഗോളിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും.
പോകല്ലേ രാധികെ എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുക. ഈ സമയം രാധിക പോകുന്നതുണ്ട്. ചെല്ലടി ചെല്ല്, എൻ്റെ മോനെയും എന്നെയും തമ്മിൽ പിരിക്കാൻ നോക്കുന്ന നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല, ഞാനെല്ലാം വിട്ടുവീഴ്ച ചെയ്തു പോകുന്നതുകൊണ്ടാണ് നീയൊക്കെ എൻ്റെ തലയിൽ കയറുന്നത്. എന്നാൽ ഈ വിജയലക്ഷ്മിയുടെ തനി സ്വരൂപം നീയൊക്കെ കണ്ടാലുണ്ടല്ലോ, അവസാനം നീയൊക്കെ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിരിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയും രഞ്ജുവിനെയും രേഖയുമാണ്. അവർ 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭാസ്കരൻ്റെ സത്യദാസിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഗീതു. എന്തായാലും കുഞ്ഞാവെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല, അതെന്തായാലും നന്നായി. പിന്നെ കുഞ്ഞാവയെ ശ്രദ്ധിക്കാനും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ഇതൊരു നല്ല എൻജോയ് ഉള്ള കളിയാണ്. ഭാസ്കരൻ്റെ കള്ളക്കളികൾ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവുകയതു. അതുകൊണ്ട് തന്നെ അയാൾ ആരാണെന്നും എന്താണെന്നും അറിയണം. ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു സംശയം ഗീതു പറയുന്നേ, വരുണേട്ടൻ ഏത് നേരവും സത്യദാസിൻ്റെ മുറിയില്ല. ഇന്നുകൂടെ രാവിലെ കുടിച്ച് ലെക്ക് കെട്ട് അയാളുടെ മുറി കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്നാൽ രാധികാമ്മയാണെങ്കിലോ അവരിൽ നിന്നും അകന്നകന്ന് പോവുക. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാധികാമ്മ സത്യദാസിനെ പേടിക്കുമ്പോൾ സത്യദാസിനെ പേടിക്കാതെ വരുണേട്ടനാണെങ്കിൽ അതിനുള്ളിൽ കിടക്കുക. അത് കേട്ടതും അതെനിക്കും തോന്നിയായിരുന്നു. ആ കാര്യം ഞാൻ ഗീതുവിനോട് പറയുകയും ചെയ്തു. എനിക്ക് നല്ല സംശയമുണ്ട്, സത്യദാസും വരുണേട്ടനും രാധികാമ്മയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഗീതു. അതാണ് അവരിങ്ങനെ പേടിക്കാതെ മാറി നിൽക്കുന്നത്. അത് കേട്ടതും എന്തായാലും നമുക്ക് നോക്കാം. പല കള്ളങ്ങളും പൊളിച്ചെടുക്കാനുണ്ട്. സത്യദാസിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തകർക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടിരിക്കും രേഖച്ചി. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ആ സത്യദാസിൻ്റെ കള്ളങ്ങൾ കണ്ടുപിടിച്ച് തരാൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതിനെന്തായാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും ഗീതു, ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വരുണേട്ടനിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ ഞാൻ കാത്തിരിക്കുക. വേണ്ട, ഇപ്പം പണിയൊന്നും കൊടുക്കണ്ട, അയാൾ ഇവിടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഗീതു അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ഗീതു അങ്ങനെയൊക്കെ പറയുമെങ്കിലും എൻ്റെ ഭർത്താവിന് പണി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതല്ലേ രഞ്ജു. അപ്പോൾ നീയും കൂടെ എന്നെ സഹായിക്കണം. എൻ്റെ ഭർത്താവിന് എന്ത് പണി കൊടുക്കുമെന്ന് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് പറഞ്ഞു തന്നെ. അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് വരുണേട്ടനും സത്യദാസിനും വലിയൊരു പണി കൊടുക്കാം, 16ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. അപ്പോൾ കുഞ്ഞാവ ചവിട്ടുവാണേ. അച്ഛനിട്ട് പണി കൊടുക്കാമെന്ന് പറഞ്ഞത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി. അത് ശരിയാ. എന്തായാലും ദുഷ്ടരില്ലാത്ത ലോകത്തേക്ക് വേണം നമ്മുടെ മക്കൾ ജനിച്ചു വീഴാൻ. അങ്ങനെ ജനിക്കുമ്പോൾ ഇവിടെ ദുഷ്ടന്മാരൊന്നും ഉണ്ടാവരുത്. അറയ്ക്കൽ തറവാട്ടിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കണം. അത് മാത്രമാണ് വേണ്ടത് എന്നൊക്കെ പറയുക. ഈ സമയം ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. എന്താ കണ്ണേട്ട ഇത്? കണ്ണേട്ടൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റി സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ സ്വർണം പോളിഷ് ചെയ്യാനെന്നും പറഞ്ഞ് ഞാനവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ടും കണ്ണേട്ടൻ മുഖം വീർപ്പിച്ചിരിക്കുവാണല്ലോ. സത്യദാസിൻ്റെ കള്ളക്കളികളും ചതികളും മനസ്സിലാക്കിയിട്ടും അയാൾ അച്ഛനെ പോലെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് അവനെ കൊല്ലാൻ തോന്നുക ഗീതു. ഇതുപോലൊരു ലോകനാറിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് ചെയ്യാനാ കണ്ണേട്ടാ? ഇപ്പോൾ അയാളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. അതുകൊണ്ട് നമ്മളത് ചെയ്തേ പറ്റൂ. പക്ഷേ അയാളെ സഹിക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നമുക്ക് ഇറക്കി വിടാം. കാരണം നമ്മളയാൾക്ക് ഒരാഴ്ചയല്ലേ സമയം കൊടുത്തിട്ടുള്ളൂ. ഇല്ല ഗീതു, അവനെ ഇറക്കി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അറയ്ക്കൽ തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നീ കണ്ടോ. ഭാസ്കരൻ എൻ്റെ അച്ഛനാണ് പോലും. സത്യദാസെന്നും പറഞ്ഞ് കള്ളവും പറഞ്ഞ് നടക്കുന്ന ആ തെണ്ടി എൻ്റെ അച്ഛനാണ് പോലും. അവനെ ഞാൻ ഈ ജന്മത്ത് വെറുതെ വിടില്ല. എൻ്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവനെ എൻ്റെ അച്ഛനാന്ന് പറയാൻ എന്ത് യോഗ്യത ഗീതമുള്ളത്? സാരമില്ല കണ്ണേട്ടാ, എല്ലാം അവൻ്റെ കള്ളത്തരങ്ങൾ കൊണ്ടല്ലേ. അവൻ ചെയ്യട്ടെ. അവൻ എത്രത്തോളം നടക്കാൻ പറ്റുമോ അത്രത്തോളം നടക്കട്ടെ. എല്ലാവരും അവനെ പുകഴ്ത്തി പറയുമ്പോൾ സത്യദാസ് എന്ന പെരുങ്കള്ളൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരും. എന്തായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. സത്യദാസ് എന്തിനാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയെന്നോർത്ത്. അത് മാത്രമല്ല, ആ അനാർക്കലിയുടെ മകളെ ഒളിപ്പിച്ചിരിക്കുന്നത് ആ പാട്ടുകാരിയാണോ എന്നൊരു സംശയവും എനിക്കില്ലാതില്ല ഗീതു. അത് കേട്ടതും നമ്മുടെ ഗീതു ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക. ഈ സംശയം എനിക്കും ഉണ്ട് കണ്ണേട്ടാ എന്ന് മനസ്സിൽ ആലോചിക്കണം. അപ്പോൾ ഗോവിന്ദ്, ഇല്ല ഗീതു, അവർക്ക് ഈ ബാംഗ്ലൂരെ
കുറേ ശിഷ്യന്മാരില്ലേ, അവരുടെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ടല്ലോ ബാംഗ്ലൂരും കേരളത്തിലുമായിട്ട്. ഇനി അതിലേതെങ്കിലും ഒരു പെൺകുട്ടി അനാർക്കലിയുടെ മകളാണോ? കാരണം അവരിത്രയും അനാർക്കലിയുടെ മകളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാർക്കലിയുടെ മകളെ സംരക്ഷിക്കുന്നത് അമ്മയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല കണ്ണേട്ടാ. കുടുംബത്തിൻ്റെ ശത്രുവിനെ അമ്മയ്ക്ക് നന്നായിട്ട് തിരിച്ചറിയാം. അവരെ സ്നേഹിക്കാനും അമ്മയ്ക്ക് കഴിയില്ല. എൻ്റെ ഗീതു, സ്നേഹം ഏത് പാത്രത്തിൽ വിളമ്പണമെന്ന് തനിക്ക് അറിയില്ല എന്നവർ പറഞ്ഞില്ലേ, അത് സത്യ. കൂടെ നിൽക്കുന്നത് ഒരു വലിയ ശത്രുവാണെങ്കിലും കൊല്ലാനാണ് വന്നിരിക്കുന്നതെങ്കിലും അവർക്ക് സ്നേഹം കൊടുക്കും. അങ്ങനെയുള്ള ഒരാളവർ എന്നും പറയണം. അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മയെക്കുറിച്ചുള്ള ഗോവിന്ദൻ്റെ ആഗ്രഹങ്ങളും ആശകളും ഗീതു കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾ കലക്കും പ്രേക്ഷകരെ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.